ഹായ് എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ മാജിക്. ടാക്സി ഡ്രൈവർ സീസൺ 2 എന്ന് പറഞ്ഞ ഒരു സീരീസ് പലരും കണ്ടിട്ടില്ല, അത് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് കമന്റ്സ് വരാറുണ്ട്. ശരിക്കും നമ്മുടെ ചാനലില് വീഡിയോസ് ചെയ്തിരുന്നതാണ്, പക്ഷെ കോപ്പിറൈറ്റിന്റെ പ്രശ്നം കാരണം അത് ഡിലീറ്റ് ആയി പോയതാണ്. അതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ചാനലില് ഞാൻ അതിന്റെ എല്ലാ എപ്പിസോഡ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി അതിൽ എപ്പിസോഡ്സ് കാണുക. അതിന് എപ്പോഴാണ് ഡിലീറ്റ് ആയി പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി അഥവാ നമ്മുടെ മെയിൻ ചാനലിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ചാനലിലായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എപ്പോഴാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായി പോകുന്നത് വിജിലന്റ് എന്ന് പറയുന്ന വളരെ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു മിനി കൊറിയൻ ഡ്രാമയാണ്. 8 എപ്പിസോഡ്സ് മാത്രമുള്ള ഒരു ക്രൈം ത്രില്ലർ ആണ്. നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടുന്ന കുറ്റവാളികളെ തിരിഞ്ഞു പിടിക്കുകയും അവർക്ക് വേണ്ടുന്ന ശിക്ഷ സ്വയം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായ കിം ജിയോങ്ങിന്റെ ചെറുപ്പകാലമാണ്. അവനും കോടതിയിലിരിക്കുകയാണ്. കാരണം അവന്റെ അമ്മ കൊല്ലപ്പെട്ടു. അവരെ കൊന്ന ആ ഒരു മനുഷ്യന്റെ ട്രയൽ നടക്കുകയാണ്. ജഡ്ജും ഒരു വിക്ടിമിനെ ക്രൂരമായി മർദ്ദിക്കുകയും അവരെ സ്വന്തം മകന്റെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതിനു മുന്നേ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പക്ഷെ ചെറിയ ശിക്ഷയൊന്നും ഇയാൾക്ക് കൊടുത്താൽ മതിയാകില്ല. പക്ഷെ കൊലപ്പെടുത്താനുള്ള ഒരു ഇന്റൻഷനും ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, വിക്ടിമിന്റെ ഫാമിലിക്ക് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്ന് പറയുകയും മാനസിക രോഗത്തിന് ചികിത്സയിലായിരിക്കുന്ന പ്രതിക്ക് 3.5 വർഷം തടവ് ശിക്ഷ മാത്രം കോടതി വിധിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ കിമിന് ദേഷ്യമാകുന്നു. ഒരാളെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അവന് 3.5 വർഷം മാത്രമാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. പോലീസ് ആ ഒരു ഗുണ്ടയെ കൊണ്ടുപോകുമ്പോ അയാളും അവനെ നോക്കി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് അവന് ഓർക്കുന്നത് തന്റെ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചാണ് അയാളും കൊലപ്പെടുത്തിയത്. അവനെ കൊണ്ട് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ആ ഗുണ്ടയ്ക്കാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അവന് അഭിനയം മാത്രമാണ്. കയ്യിൽ പണമുള്ളത് കൊണ്ട് തന്നെ അയാൾക്കും വളരെ ചെറിയൊരു ശിക്ഷ ലഭിക്കുന്നു. ശേഷം 12 വർഷം കഴിയുന്നു. ആ ഒരു കിമ്മിന്റെ അമ്മയെ കൊലപ്പെടുത്തിയ ആ ഒരു ഗുണ്ടയും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അയാളും ഒരു ബസ്സിനെ തടഞ്ഞു നിർത്തി ആ ബസ് ഡ്രൈവറിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇയാൾ ഏതോ ഒരു കുറ്റം ചെയ്തതിന് ആ ബസ് ഡ്രൈവർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അയാളെ എടുത്തിട്ട് ഇടിക്കുന്നത്. അതിനുശേഷം അവിടെയുള്ള CCTV ക്യാമറയും അയാൾ എടുത്തുകൊണ്ട് പോകുന്നു. ഇയാളെ പേടിച്ച് ആ ഒരു ബസ്സിലുള്ള ആൾക്കാരും ഒന്നും ചെയ്യാനാകാതിരിക്കുന്നുണ്ട്. ആ സമയം ഒരു ഹൂഡിയിട്ട ഒരാള് ആ ബസ്സിന് പുറത്തായി നിൽക്കുന്നത് കാണിക്കുന്നു. അവനും ആ ഒരു ഗുണ്ടയെ കാത്തു നിൽക്കുന്നതാണ്. ആ ഹൂഡിയിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായ കിമ്മാണ്. പ്രതികാരത്തിനായി അവൻ വന്നതാണ്. ഗുണ്ടയും ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ അവനും അയാളെ ഫോളോ ചെയ്യുന്നു. ഗുണ്ടയും ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നീ ആരാടാ, നീ ഇതിനെ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് അയാളും ചോദിക്കുന്നു. കിമ്മും 18 ക്രിമിനൽ കേസുകളിൽ പ്രതിയായി നീ ഇതുപോലെ ഫ്രീ ആയിട്ട് എങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗുണ്ടയെ അടിക്കുന്നുണ്ട്. അവന്റെ ദേഷ്യം തീരുന്നത് വരെ അയാളെ അവനും അടിക്കുന്നുണ്ട്. ശേഷം അവനും വീട്ടിലേക്ക് വരുന്നുണ്ട്. അവന്റെ അമ്മയെ ഓർത്ത് അവനും ദുഃഖിക്കുന്നു. കിം ശരിക്കും പോലീസ് അക്കാഡമിയിലെ ഒരു മോഡൽ സ്റ്റുഡന്റ് ആണ്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം അവിടെയുള്ള ആർക്കും അറിയില്ല. അവരുടെ പ്രൊഫസറും ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 2018 തൊട്ട് 2021 വരെ നടന്ന ക്രൈംസിന്റെ ഒക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന പെർസെന്റേജ് 100% മേലെയാണ്. കാരണം നമുക്ക് കുറ്റം ചെയ്ത മിക്കവാറും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കോൾഡ് കേസ് സോൾവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുമ്പത്തെ വർഷങ്ങളിൽ കുറ്റവാളികളെ പിടിക്കുന്നതിന്റെ അളവ് ഇതിൽ നിന്നും കുറവാണ്. അതിന് മിന്നുന്ന സ്റ്റുഡന്റും കോൾഡ് കേസസ് സോൾവ് ചെയ്യാത്തത് ഇനിയും ഉണ്ടല്ലോ സർ, എന്തുകൊണ്ടാ ഇന്നേ വരെ അത് നമുക്ക് സോൾവ് ചെയ്യാനായി സാധിക്കാത്തത്? കിമ്മും ചില കേസുകൾ പോലെ കുറ്റം ചെയ്ത പ്രതികൾ ആരും ആദ്യമായിട്ടല്ല കുറ്റങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും നമുക്ക് സോൾവ് ചെയ്യാനായി സാധിക്കാത്തത്. അതിന് സാറും ഇതിനെക്കുറിച്ച് നിങ്ങളും നോട്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവർക്കും അസൈൻമെന്റ് കൊടുക്കുന്നു. അതിനുശേഷം ഫൈറ്റ് ക്ലാസ് ആണ്. കിമ്മും മിന്നുമാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ പ്രൊഫസേഴ്സും ആ ഫൈറ്റ് നോക്കുന്നുണ്ട്. അവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് മിന്നും കിമ്മും. മറ്റു സാറും ഇവർ രണ്ടുപേരെയും നമുക്ക് ഫീൽഡിൽ ഇറക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിന് പ്രൊഫസറും അതെനിക്കറിയാം, പക്ഷെ അവരോടത് കാണിക്കണ്ട, അവര് നന്നായിട്ട് പഠിക്കട്ടെ. ശേഷം വീക്കെൻഡ്സിൽ ഇവർക്ക് വീട്ടിലേക്ക് പോകാം. മിന്നും കിമ്മും മറ്റൊരു ഫ്രണ്ടും കൂടി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. മറ്റവനാണെങ്കിൽ വീക്കെൻഡ്സിൽ ക്ലബും പാർട്ടിയുമായിട്ട് എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കാറുണ്ട്. മിന്നിനെ വിളിക്കുമ്പോ അവനും ഫ്രീ ആണ്. അവനും കിമ്മിനെ ക്ലബിൽ പോകാനായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ അവനും ഞാൻ വീക്കെൻഡ്സിൽ ബിസി ആണെന്ന് നിനക്കറിയില്ലേ, ഞാൻ വരുന്നില്ലെന്ന് പറയുന്നു. പക്ഷെ അവനും വീട്ടിലേക്ക് പോകുന്ന സമയം ഒരു മുത്തശ്ശിയും വേണ്ടാത്ത കാർഡ് ബോർഡ്സും മറ്റും എടുത്തുകൊണ്ട് പോകുന്ന തിരക്കിലാണ്. പക്ഷെ കൊണ്ടുപോകുമ്പോ അതിന്റെ പകുതി താഴെ റോഡിൽ വന്ന് വീഴാറുണ്ട്. സാധാരണ എപ്പോഴും കിം അത് എടുക്കുകയും അത് കൊണ്ടുപോകാനായി അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. അതിന് പകരമായി ആ മുത്തശ്ശിയും അവന് മിഠായിയും കൊടുക്കും. ശേഷം അവനും വീട്ടിൽ വന്നിട്ട് ന്യൂസ് കാണുന്നുണ്ട്. അതിനകത്ത് ഒരു ക്രൈമിനെ കുറിച്ചാണ് അവരും പറയുന്നത്. അതില് ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വ്യക്തി ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറുകയും അവിടുത്തെ ഗൃഹനാഥനെ മർദ്ദിക്കുകയും ചെയ്തു. അയാളുടെ പരിക്കുകളും വളരെ ഗുരുതരമാണ്. 18 ആഴ്ചയെങ്കിലും എടുക്കും അത് റിക്കവറായി വരാനായിട്ട്. ആ കുറ്റം ചെയ്തവനെ ഒരാഴ്ചയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ കോടതി അവനെ വെറുതെ വിട്ടയച്ചു. ഈ ഒരു വിധിയിൽ ജനങ്ങളിൽ വളരെയധികം ദേഷ്യമുണ്ടാക്കുന്നുണ്ട്. ജനങ്ങളും ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ്. കിമ്മും ആ ഒരു കേസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. അവനും ഒരു ഹൂഡിയൊക്കെ ധരിച്ച് പുറത്തേക്ക് പോകുന്നു. ആ ഗുണ്ടയും അയാൾക്കെതിരെ കേസ് കൊടുത്ത ആ ഒരു ഗൃഹനാഥന്റെ
അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ അയാളുടെ ഭാര്യയും കുഞ്ഞും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് ആണെങ്കിൽ ഹോസ്പിറ്റലിലും. ആ ഗുണ്ടയും മറ്റൊരാളെയും കൂട്ടുപിടിച്ച് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും ഇവിടെയാണ് താമസിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകാത്തത്? പണമില്ലാത്തതുകൊണ്ടാണോ അതോ ആ ഒരു ചെറുക്കനുള്ളതുകൊണ്ടോ? ആ കുഞ്ഞും ഇവരെ തുറിച്ചു നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഗുണ്ടകളും അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. നിന്റെ അച്ഛനെ പോലെ നിന്നെ ഞാൻ ഇടിക്കണോ? അത് കണ്ടിട്ട് അവന്റെ അമ്മയും ജനൽ അടയ്ക്കാൻ വേണ്ടി വരുമ്പോ അവരതിന് സമ്മതിക്കുന്നില്ല. അവരും ആ ജനലിൽ യൂറിനേറ്റ് ചെയ്യുന്നുണ്ട്. കിമ്മും അവിടേക്ക് വരുന്നു. ശരിക്കും നിയമം അവരെ കൃത്യമായി ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനും അവരുടെ അടുത്തേക്ക് വരുന്നു. അവരെയും അടിച്ചിടുന്നുണ്ട്. ഇക്കാര്യം ആ ഒരു വിക്ടിമിന്റെ ഭാര്യയും മകനും കാണുന്നു. പക്ഷെ അടിച്ചത് ആരാണെന്ന് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം മറ്റൊരു കേസും കിമ്മ വായിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ സർജറി ചെയ്യാനെത്തിയ പെൺകുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്യുകയും അത് വീഡിയോ എടുക്കുകയും ചെയ്തു. അയാൾക്ക് 6 മാസം മാത്രമാണ് ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കിമ്മും ഓർക്കുന്നുണ്ട്, ഇത്രയും ക്രൂരത ചെയ്തവന് 6 മാസം ശിക്ഷ ലഭിച്ചോളോ? അവന്റെ ലൈസൻസ് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നില്ലേ? ആ ഒരു ഡോക്ടറും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അതേ ക്രൈം തന്നെ ചെയ്യുന്നുണ്ട്. കിമ്മും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവനും ഡോക്ടറിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ഡോക്ടറിന്റെ ജോലി അവസാനിപ്പിച്ചിട്ട് നീ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ആ റെക്കോർഡ് ചെയ്യാനായിട്ട് ഡോക്ടർ വെച്ചിരുന്ന വീഡിയോയും അവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇതിനകത്തെ ഫീമെയിൽ ലീഡിനെയാണ്. അവളൊരു മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മീഡിയക്കാരി എന്ന് വിളിക്കാം. കിമ്മ് ഒരുപാട് പേരെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ അവളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ അതിക്രമങ്ങളും ഒരേപോലെയാണ് ഉണ്ടായിരുന്നത്. ഈ കേസുകളുടെയൊക്കെ പ്രത്യേകത കോടതി കൃത്യമായി ശിക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നും റിലീസാകുന്ന പ്രതികൾ വീണ്ടും ക്രൈംസ് ചെയ്യുന്നു. അവരൊക്കെ ആരോ ശിക്ഷിക്കുന്നുണ്ട്. അതാരാണെന്ന് നമുക്കറിയില്ല. ഒരു ഡോക്ടർ പെൺകുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസം മാത്രമാണ് അവന് ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അയാളെ ആരോ അറ്റാക്ക് ചെയ്തു. പിന്നെ മറ്റൊരാള് അയാളുടെ ഗേൾ ഫ്രണ്ടിനെ കൊല്ലുകയും കുഴിച്ചിടുകയും ചെയ്യുന്നതിന് 2 വർഷം മാത്രമാണ് തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കേസുകളെല്ലാം തന്നെ മീഡിയയിൽ വളരെ പോപ്പുലർ ആണ്. ജനങ്ങൾ പറയുന്നത് നിയമങ്ങളെല്ലാം കുറ്റവാളികളുടെ സൈഡിലാണെന്നാണ്. നിയമങ്ങളുടെ പഴുത് വെച്ചിട്ട് രക്ഷപ്പെടുന്ന കുറ്റവാളികള് വീണ്ടും അതേ ക്രൈംസ് ചെയ്യുന്നുണ്ട്. അവരേക്ക് ആരോ ശിക്ഷിക്കുന്നുമുണ്ട്. അവളുടെ ടീം ഹെഡും ഇത് വെച്ച് നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് എഴുതാം, നമുക്കത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഹെഡിനാണെങ്കിൽ അവൾ പറയുന്നതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഇത് ചിലപ്പോ ഒരു കോയിൻസിഡൻസ് ആയിരിക്കൂലേ എന്ന് അയാളും ചോദിക്കുമ്പോ അവളും അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ചാനലിലേക്ക് പോയിട്ട് അവിടെ ഈ ന്യൂസ് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു പോകാനായിട്ട് നിൽക്കുമ്പോ ഹെഡും അവളെ തടയുന്നുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് അവളുമായി ഡിസ്കസ് ചെയ്യുന്നു. നീ അതിന് എന്ത് ടൈറ്റിൽ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും വിജിലന്റ് എന്നാണ് പറയുന്നത്. ശേഷം കിമ്മും പോലീസ് അക്കാഡമിയിലായിരിക്കുമ്പോ അവിടെ ന്യൂസും പറയുന്നുണ്ട്. അവനും വീട്ടിൽ കയറി ആക്രമിച്ച ആ ഒരു ഗുണ്ടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ ഹോസ്പിറ്റലിൽ വന്ന് മീഡിയക്കാരും ഇന്റർവ്യൂ ചെയ്യുന്നു. കോടതി വെറുതെ വിട്ട ആ പ്രതിയെ വിജിലന്റ് ആണ് ശിക്ഷിച്ചത്. ഒരു ഹൂഡിയിട്ട ഒരു രൂപത്തെ ന്യൂസിലും കാണിക്കുന്നു. ആ ഒരു ഗുണ്ടയും എവിടെ നിന്ന് ഒരുത്തം വന്നിട്ട് എന്നെ ഇടിക്കുകയാണ് ഉണ്ടായത്. ഞാൻ തെറ്റായിട്ട് ഒന്നും തന്നെ ചെയ്തില്ല. ഇവിടുത്തെ പോലീസൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ? പാവപ്പെട്ട ഞങ്ങളെയൊക്കെ ഏതോ ഒരുത്തൻ എടുത്തിട്ട് ഇടിക്കുകയാ. ആ വീട്ടുകാരിയെയും അവർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവളും ആരാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല, എന്തായാലും വളരെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവരും ഇമോഷണൽ ആകുന്നുണ്ട്. റിപ്പോർട്ടറും നിങ്ങൾ കേട്ട് കാണും, ഇവിടുത്തെ നിയമം വിക്ടിംസിന് വേണ്ടിയിട്ടുള്ളതല്ല. ഒരുപാട് കംപ്ലൈന്റ്സ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ ആരോ ആ കുറ്റവാളികൾക്ക് ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട്. ഞങ്ങൾ അയാൾക്കിട്ട പേരാണ് വിജിലന്റ്. ആ ഒരു വാക്കിനർത്ഥം ഒരു കൂട്ടം ആൾക്കാര് ഒത്തുചേർന്ന് നിയമം കയ്യിലെടുക്കുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇത് കേട്ട മിന്നും ഞാനൊരു പോലീസ് ഓഫീസർ ആയിരുന്നില്ലെങ്കിൽ ഈ കുറ്റവാളികളെ ഞാനും ഇടിച്ചേനെ. ആ വിജിലന്റ് എന്ന് പറയുന്ന ആള് ഒരു ഡാർക്ക് ഹീറോ ആണ്. എനിക്ക് തോന്നുന്നത് അവൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ചെയ്യുമെന്നാണ്. ഇത് കേൾക്കുമ്പോ കിമ്മും അവന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. ആ ഒരു പ്രതികൾ അടിച്ചപ്പോ അവന്റെ കയ്യിലും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവനും കൈ ഒളിപ്പിച്ചു വെക്കുന്നു. രാത്രി അവനും ഇന്റർനെറ്റിൽ വിജിലന്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. ആൾക്കാരെല്ലാവരും വിജിലന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. കിമ്മും അവന് കിട്ടിയ പുതിയ പേര് കൊള്ളാമല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. ശേഷം മീഡിയക്കാരും അവര് വിജിലന്റിനെ കുറിച്ച് കൊടുത്ത സ്റ്റോറി വല്ലാതെ അങ്ങ് വൈറൽ ആയിട്ടുണ്ടായിരുന്നു. അവരുടെ റേറ്റിംഗും നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. മീഡിയക്കാരിയും വിജിലന്റിന്റെ പുറകെ തന്നെയാണ്. ഈ ക്രൈംസ് എല്ലാം തന്നെ നടക്കുന്നത് വീക്കെൻഡ്സിലാണ്. ഈ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ നടക്കും. ശേഷം കിമ്മിന്റെ പ്രൊഫസറും അയാളുടെ ജോലി കാര്യങ്ങളില് കിമ്മിനെയും മിന്നിനെയും സഹായിക്കാനായി വിളിക്കാറുണ്ട്. പ്രൊഫസറും പുതിയ കേസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് തരം തിരിച്ചു വെക്കണമെന്ന് അയാളും പറയുന്നു. ശേഷം കിമ്മും ഒരാളെ ശിക്ഷിക്കാനായി പോകുമ്പോ ആ ഒരു പ്രതിയും വിക്ടിമിന്റെ ഭാര്യയെ വന്ന് കണ്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഭാര്യയും എന്തിനാ എന്റെ ഹസ്ബൻഡിനെ കൊന്നത് എന്ന് പറഞ്ഞ് അയാളോടും ചോദിക്കുന്നുണ്ട്. ആ പ്രതിയും ക്ഷമ പറഞ്ഞത് കൊണ്ട് തന്നെ കിമ്മും അയാളെ വെറുതെ വിടുന്നു. ശേഷം മീഡിയക്കാരിയും വിജിലന്റിന്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയക്കാരനെ ചോദിക്കുന്നുണ്ട്, ഇന്നിപ്പോ ബുധനാഴ്ചയില്ലേ, വിജിലന്റിന്റെ പുതിയ കേസൊന്നും വന്നില്ലല്ലോ, അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിന് എന്താ നമ്മൾ ചെയ്യുക? അതിന് മീഡിയക്കാരി നമുക്ക് ഒരു കേസ് ഇട്ടുകൊടുത്താലോ? സിയോൺ കേസിന്റെ പ്രതിയെ നമുക്ക് എല്ലാവർക്കുമായി വെളിപ്പെടുത്തിയാലോ? ഈ കേസിന്റെ പേര് സിയോൺ കേസ് എന്നാണ്. വിക്ടിമിന്റെ പേരിലാണ് ആ ഒരു കേസും അറിയപ്പെടുന്നത്, അല്ലാതെ പ്രതിയുടെ പേരിലല്ല. എന്തുകൊണ്ടാ ക്രിമിനലിന്റെ ഐഡന്റിറ്റി നമ്മൾ വെളിപ്പെടുത്താതെ വെച്ചിരിക്കുന്നത്? അവർക്ക് എന്ത് അവകാശമാണുള്ളത്? അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടുമായി ഞാൻ തന്നെയാണ് അത് ചെയ്തതെന്നും മീഡിയയുടെ ഡ്യൂട്ടിയാണ് ക്രൈംസ് തടയുക എന്നുള്ളത്. വിജിലന്റ് എന്തായാലും ഞാൻ വിരിച്ച വലയിൽ കുടുങ്ങും, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അവൻ
അവരിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്ക് ആൾക്കാരെ കാണിക്കാം. അങ്ങനെ മീഡിയക്കാരെയും ആ ഒരു കേസും പുറത്തു വിടുന്നുണ്ട്. കിമ്മും നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ആ ഒരു കേസും കാണുന്നുണ്ട്. സിയോൺ കേസിനെ കുറിച്ചാണ് മീഡിയ റിപ്പോർട്ടറും പറയുന്നത്. 2015 നടന്ന ഈ ഒരു കേസിൽ ജിയോങ് എന്ന 40 വയസ്സുള്ള പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. 7 വർഷം മാത്രമാണ് ആ ഒരു സെക്ഷൽ അബ്യൂസ് കേസിൽ പ്രതിക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇനി ഇതിനെ സിയോൺ കേസ് എന്ന് പേരിടില്ല. കാരണം ഈ ഒരു കേസ് വന്നതിൽ പിന്നെ വിക്ടിമിന് അവരുടെ പേര് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് ആ ക്രിമിനലിന്റെ മുഴുവൻ ഐഡന്റിറ്റിയും ഞങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ജിയോങ് എന്നാണ് ആ സെക്സ് ഒഫൻഡറിന്റെ പേര്. അവൻ ശിക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൂടെയാണ് ജീവിക്കുന്നത്. ആ സമയം കിമ്മിന്റെ കൂട്ടുകാരനും എഴുന്നേറ്റ് വന്ന് അവനെ പേടിപ്പിക്കുന്നുണ്ട്. മീഡിയയിലൂടെ ആ ഒരു പ്രതിയുടെ പേര് വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെ അയാളുടെ വീടിന് മുന്നിലായി ഒരുപാട് പേരാണ് പ്രതിഷേധത്തിനായി എത്തിയിരിക്കുന്നത്. ഒരുപാട് മീഡിയക്കാരും മറ്റു സാധാരണ ആൾക്കാരും അവിടെ വന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് ആ പ്രതിയും അയാളുടെ വീട്ടിൽ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മീഡിയക്കാരെയും ആ ഒരു പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. മീഡിയക്കാരനും ഒരു പേടിയുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ വലിയൊരു പ്രതിഷേധമാണ് നടക്കുന്നത്. വിജിലന്റ് ശിക്ഷിക്കുന്നതിന് മുന്നേ മറ്റാരെങ്കിലും അയാളെ കൊന്നാലോ? അതിനോളം അങ്ങനെയാണെങ്കിൽ അവരും ഒരു വിജിലന്റ് ആകുമല്ലോ. ഇവിടെ നമ്മുടെ കിമ്മും ആരും കാണാതെ പാത്തും പതുങ്ങിയും പ്രൊഫസറുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് സിയോൺ കേസിന്റെ ഡീറ്റെയിൽസും അവൻ എടുക്കുന്നുണ്ട്. ആ ഒരു കേസും അവൻ നന്നായി പഠിക്കുന്നു. അതേസമയം തന്നെയാണ് പ്രൊഫസർ അവിടേക്ക് വരുന്നത്. നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന് അയാളും ചോദിക്കുന്നു. അതിനവനും പ്രൊഫസർ തന്ന ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നാണ് അയാളോടും പറയുന്നത്. പ്രൊഫസർ വന്ന് നോക്കുമ്പോൾ ആ ഒരു വർക്കും അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രൊഫസറും നീ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇതിനു വേണ്ടി നിനക്ക് ശമ്പളം ഒന്നും ഞാൻ തരില്ല കേട്ടോ. അതിനവനും നിങ്ങളെ സഹായിക്കാൻ പറ്റതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പുതിയതായിട്ട് ഇറക്കുന്ന പ്രൊഫൈലിംഗ് ആപ്പില് എനിക്കും വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചല്ലോ എന്നാണ് പറയുന്നത്. ശേഷം രാത്രിയാകുമ്പോ ആ ഒരു പ്രതിയുടെ വീട്ടിലെ മുന്നില് മറ്റാരും ഉണ്ടായിരുന്നില്ല. സമരം ചെയ്യുന്നവരെല്ലാവരും മഴയായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മീഡിയക്കാരി അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം വിജിലന്റ് രാത്രി എങ്ങാനും ആ ഒരു പ്രതിയെ തിരക്കി വന്നാലോ. പക്ഷെ അവള് നോക്കുമ്പോ ജിയോങ് എന്ന ഒരു പ്രതിയും അവിടെ നിന്ന് നടന്നു പോകുന്നതാണ് കാണുന്നത്. അവളും ഒരു നീല വാനും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അയാളുടെ വാനിനെ മീഡിയക്കാരിയും ഫോളോ ചെയ്യുന്നു. അവളും ഫോളോ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് വരുന്നു. നോക്കുമ്പോ ആ ഒരു പ്രതി ഓടിച്ചിരുന്നത് പോലെയുള്ള ഒരുപാട് വാനുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് ഇനി ആ ജിയോങ്ങിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ചിന്തയിലാണ് മീഡിയക്കാരിയും. അവളും അവിടെയെല്ലാം അയാളെ തിരക്കി നടക്കുന്നുണ്ട്. പക്ഷെ കണ്ടുപിടിക്കാനായില്ല. ശേഷം പോലീസുകാരും ജിയോങ്ങിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കാരണം അയാള് മിസ്സിംഗ് ആണ്. അയാളെ വിട്ടയച്ചെങ്കിലും ഈ ഒരു രാജ്യം വിട്ടോ ഈ ഒരു സ്ഥലം വിട്ടോ അയാൾ പോകാനായി പാടില്ല. പക്ഷെ അയാളുടെ കാലിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ഇലക്ട്രോണിക് ആംഗ്ലറ്റ് അയാൾ പൊട്ടിച്ച് കടലിലേക്ക് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ എന്തായാലും സംഭവിക്കും. ആ ഒരു വിക്ടിമിന്റെ വീട്ടില് 2 പോലീസുകാർ കാവല് നിൽക്കണം. ഇനി പ്രതികാരത്തിനെങ്ങാനും അയാൾ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയാലോ? നമുക്കും ആ ഒരു കടലിന്റെ പരിസരത്തെല്ലാം അന്വേഷിക്കാം. പോലീസുകാരും പുറത്തേക്ക് വരുമ്പോ പ്രതിഷേധക്കാരും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ജിയോങ് എന്ന ആള് ഇവിടെ നിന്ന് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം മീഡിയയെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം, ആ രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് അവരും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മീഡിയക്കാരിയും ഇതിനു മുന്നേ ജിയോങ്ങിനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അവളും അന്വേഷിക്കുന്നത്. പോലീസുകാരും അവിടെ എത്തി അന്വേഷിക്കുന്നുണ്ട്. അവളും പോലീസ് ഒരിക്കലും അയാളെ പിടികൂടാനായി പാടില്ല, വിജിലന്റ് തന്നെ അയാളെ പിടികൂടണം, അതാണ് ജനങ്ങൾക്ക് കാണാൻ ഇഷ്ടം. വിജിലന്റ് ക്രിമിനൽസിനെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് വീഡിയോ എടുക്കണം, അതൊരു വലിയ ഹിറ്റ് തന്നെ ആയിരിക്കും. ശേഷം വീക്കെൻഡ് ആകുമ്പോ കിമ്മും കൂട്ടരും വീട്ടിലേക്ക് പോകുന്നുണ്ട്. ജിയോങ് എന്ന പ്രതി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം കിമ്മും ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്നു. പോലീസുകാരും ആ ഒരു ഏരിയ മുഴുവൻ പരിശോധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രതിയെ കുറിച്ച് ഒരു സൂചനയും ലഭിക്കുന്നില്ല. അപ്പോഴാണ് ആ പോലീസുകാരും ആ ഒരു വിക്ടിമിന്റെ വീട്ടിൽ കാവലിൽ നിന്നിട്ടുണ്ടായിരുന്ന 2 പോലീസുകാരെ വിളിക്കുന്നത്. അതിലൊരു പോലീസുകാരനും ആ ഒരു പ്രതിയെ നഷ്ടമായ ആ ഒരു സ്ഥലത്ത് പോലീസുകാർ കുറവാണ്, അങ്ങോട്ടേക്ക് പോകാനായി നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിൽ ആരെങ്കിലും ഒരാള് ഇവിടെ കാവലിൽ നിന്നേ മതിയാകൂ, ഇനി എങ്ങാനും ആ ഒരു പ്രതി ഇവിടേക്ക് വന്നാലോ? അങ്ങനെ ഒരു പോലീസുകാരനെ പുറത്തേക്ക് പോകുമ്പോഴാണ് അതുവഴി ഒരു ഡെലിവറി മാൻ പോകുന്നത്. അയാളും ശ്രദ്ധിക്കുന്നത്. സംശയം തോന്നിയ അയാളും ആ ഒരു ഡെലിവറി ബോയോട് ഹെൽമറ്റ് മാറ്റാനായി പറയുന്നുണ്ട്. പക്ഷെ അത് ജിയോങ് ആയിരുന്നില്ല, മറ്റൊരാളായിരുന്നു. അങ്ങനെ ആ ഒരു ഡെലിവറി മാനും ആ ഒരു അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ആ സമയം അവിടെ കാത്തുനിന്ന പ്രതിയും ഡെലിവറി മാനെ അടിച്ചിടുന്നു. അപ്പോഴാണ് മീഡിയക്കാരി ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ആ ഒരു ജിയോങ്ങും ഇവിടെ നിന്നും രക്ഷപ്പെട്ടതല്ല, ആ ഒരു വിക്ടിമിന്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. ആ കുട്ടിയുടെ വീട്ടിലേക്കായിരിക്കും അയാളെ പോയിരിക്കുക. അങ്ങനെ അവിടുത്തെ മീഡിയക്കാരെല്ലാവരും തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇക്കാര്യം അവിടുത്തെ പോലീസുകാരും കാണുന്നു. അവർക്ക് എന്തോ തുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാരും മീഡിയക്കാരെ ഫോളോ ചെയ്യാനായി തീരുമാനിക്കുന്നു. ആ ഡെലിവറി മാന്റെ വേഷത്തിലെത്തിയ ജിയോങ് എന്ന ഒരു പ്രതിയും വിക്ടിമിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയം അവിടെ ഒരു പോലീസുകാരനും കാവലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രതിയും കയ്യിലൊരു കത്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അയാളും ആ പോലീസുകാരനെ അറ്റാക്ക് ചെയ്യുന്നു. പോലീസുകാരനും ആ ഒരു ഹെൽമറ്റ് മാറ്റുമ്പോ അത് ജിയോങ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ജിയോങ് ആ ഒരു പോലീസുകാരനെയും അടിച്ചിടുന്നുണ്ട്. ഇവിടുത്തെ ശബ്ദം കേട്ട് ആ ഒരു പെൺകുട്ടിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇത് കണ്ട ജിയോങ്ങും അവളുടെ തലമുടി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പോലീസുകാരനും അയാളെ തടയാനായി ശ്രമിക്കുന്നു. ആ ഗ്യാപ്പിന് ആ ഒരു പെൺകുട്ടിയും രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ജിയോങ്ങും പുറകെ പോകുന്നു. അയാളും അവളെ അടിക്കുന്നുണ്ട്. നീയാണ് എന്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചത്. അതിനാ പെൺകുട്ടിയും അതെങ്ങനെയാ എന്റെ തെറ്റാകുന്നത്, ഞാനൊരു വിക്ടിമാണ്. അതിനയാളും നിന്നെ അന്ന് തന്നെ ഞാൻ കൊല്ലേണ്ടതായിരുന്നു. ഈ ലോകം മുഴുവൻ ഇപ്പോൾ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇപ്പൊ
ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലാനായി പോവുകയാണ്. എന്നിട്ട് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കുന്നതായിരിക്കും. ആ സമയം നമ്മുടെ വിജിലന്റും അവിടേക്ക് വരുന്നു. അവിടെയും ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അവർ തമ്മില്. കിമ്മും അയാൾക്ക് നല്ല രീതിയിൽ അടി കൊടുക്കുന്നുണ്ട്. അയാളും തന്നെ കൊല്ലരുതേ എന്ന് അപേക്ഷിക്കുന്നു. അതിന് കിമ്മും നിനക്ക് ജീവനോട് ഇരിക്കണമെന്ന് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു വിക്ടിമിനോട് ക്ഷമ ചോദിക്കണം. നീ ചോദിച്ചാൽ മാത്രം പോരാ, അത് എഴുതുകയും വേണം. മീഡിയക്കാരെയും മറ്റു പോലീസുകാരും ആ ഒരു സ്ഥലത്തേക്കും വരികയാണ്. മീഡിയക്കാരി അവിടേക്ക് വരുമ്പോ കിമ്മും അയാളെ അടിച്ച് സൈഡാക്കിയതിനു ശേഷം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. മീഡിയക്കാരി അവിടേക്ക് വരുമ്പോ പോലീസുകാര് ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. അതിനവളും കള്ളം പറയുന്നുണ്ട്, ഞാൻ ഈ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം. ആ സമയം ആ ഒരു പരിക്കേറ്റ പോലീസുകാരും ആംബുലൻസിൽ കൊണ്ടുപോവുകയായിരുന്നു. മീഡിയക്കാരിയും ആ ഒരു സ്റ്റെയർ വഴി മുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള കാഴ്ച കണ്ട് അവളും ഷോക്കാകുന്നു. ആ സമയം പോലീസുകാരും അവിടേക്ക് വരുന്നുണ്ട്. ആ ഒരു പ്രതിയും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാളും ക്ഷമ ചോദിച്ചുകൊണ്ട് അയാളുടെ രക്തം കൊണ്ട് അവിടുത്തെ ചുമരിലും എന്നോട് ക്ഷമിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട്, ആ പഴുതുകൾ ഞാനും നികത്തും, ഇതാണ് നീതി എന്ന് കിമ്മം പറയുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.